ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഓരോരോ വാക്കുകൾ നമ്മൾ സ്ഥിരം കേട്ടോണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ കേൾക്കുന്ന എന്താണ്? അത് ഡീലിനെ കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാന ചർച്ചയാവുകയാണ് BJP ഡീൽ ആരോപണങ്ങൾ. ഇങ്ങനെ ഓരോ ഇടത്തും ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാലക്കാടാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ പാലക്കാടാണ് കേട്ടതെങ്കിൽ അങ്ങനെയല്ല, കൂടുതൽ ഇടങ്ങളിലും ഡീൽ ഉണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. മാതൃഭൂമി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി ആരോപിച്ച കോൺഗ്രസ് BJP ഡീൽ ജനങ്ങൾ വിശ്വസിക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. അതേസമയം CPM BJP ഡീൽ പലയിടത്തും ഉണ്ട് എന്നും പറയുന്നു. BJP സ്ഥാനാർത്ഥികളെ നോക്കിയാൽ അത് മനസ്സിലാകുമെന്നും VD സതീശൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ പറവൂർ മണ്ഡലത്തിലെ ഏഴിക്കരയിലൂടെ പ്രചാരണത്തിലാണ്. ഇത്തവണ വളരെ കുറച്ച് ദിവസമേ പറവൂരിൽ ഉണ്ടാകുന്ന പറഞ്ഞു. പ്രവർത്തകർക്ക് അതൊരു അവരോട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും മികച്ച സംഘടനാ സംവിധാനം UDFനുള്ളൊരു നിയോജകമണ്ഡലമാണ്. എന്നോട് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാണണ്ട, ബാക്കിയുള്ള ജില്ലകളിൽ പോയി പ്രവർത്തിക്കണം. അവർ ആ പ്രവർത്തനങ്ങളെല്ലാം പ്രവർത്തകരെ ഏറ്റെടുക്കുമെന്നാണ്. എങ്കിലും ഞാൻ വീണ്ടും വരും. ഇത്തവണ തങ്ങൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണം വന്നത് പാലക്കാട് ഒരു ഡീൽ ഉണ്ട് എന്നതായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറഞ്ഞിരിക്കുന്നത് ഈ ഡീൽ എന്ന ആരോപണം ഉന്നയിക്കുന്നത് തന്നെ ഒരു ഡീലാണ്. അവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസും BJPയും തമ്മിലൊരു ഡീലുണ്ടാവും. കോലീബി സഖ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് കോൺഗ്രസിൻ്റെ BJPയുടെ B ടീമായി ഡൽഹിയിലടക്കം മാറിയ കോൺഗ്രസ് ആണ് ഇവിടെ ആരോപണം ഉന്നയിക്കുന്നതെന്നാണ്. ഇന്ത്യയിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ വിശ്വസിക്കുമോ? പിന്നെ ഇന്ത്യയിലെ BJP ഇതര സംസ്ഥാനങ്ങളിലെ ഭരണകൂടങ്ങളെ മുഴുവൻ കേന്ദ്ര ഏജൻസികളെ കടന്നാക്രമിക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമില്ല. നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്ന സ്ഥലത്ത് ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് PM ശ്രീ പദ്ധതിയിലും അതുപോലെ തന്നെ ലേബർ കോഡ് കാര്യത്തിലും ഒക്കെ ഇവിടെ വെളിവാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഹൈവേ തകർന്നു വീഴാത്ത പാലാരിവട്ടം പാലത്തിൻ്റെ പേരിൽ ഇബ്രാഹിം കുഞ്ഞിനെ ജയിലിലടയ്ക്കാൻ ശ്രമിച്ചു. ഇവർ തകരാത്ത പാലാരിവട്ടം പാലത്തിൻ്റെ പേരിൽ 150 സ്ഥലത്ത് ഹൈവേ തകർന്നു വീണു. എന്നിട്ട് ഒരു പരാതിയും BJP സർക്കാരിനെതിരെ ഇവർക്കില്ലായിരുന്നു. ഈ പാലം തകർന്നു വീണിട്ട് നിതിൻ ഗഡ്കരിയെ കാണാൻ പോയത് ആമാടപ്പെട്ടിയായിട്ട് പോയ ആളാണ്. എപ്പോഴും സമ്മാന വസ്തുക്കളുമായിട്ട് അവരെ കാണാൻ പോകുന്ന ഒരാളാണ് മുഖ്യമന്ത്രി. മനസ്സിലായില്ല? അവരെവിടെ ഒപ്പിടാൻ പറഞ്ഞാലും അവിടെ ഒപ്പിട്ട് കൊടുക്കും. അവരെന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കും. നിങ്ങളൊന്ന് അന്വേഷിച്ചു. ഞങ്ങളവിടെ 18,000 വോട്ടിന് ജയിച്ചാണ്. അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ പാലക്കാട് ജയിക്കും. ഇവർ ഞങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് BJPയുമായി ചേർന്ന് നിങ്ങൾ ആ സ്ഥാനാർത്ഥിയെ പരിശോധിച്ച് നോക്ക്. എന്ത് സാഹചര്യത്തിലാണ് പാലക്കാട് CPM ആ സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കണമെന്ന് പരിശോധിക്കുക. അവർ പരിതാപകരമായ 3-ാം സ്ഥാനത്താണ് CPM അവിടെ നിൽക്കുന്നത്. അറിയാമല്ലോ, പാലക്കാട് പരിതാപകരമായ 3-ാം സ്ഥാനത്ത്. അവർ ജയിക്കില്ല എന്ന് അവർക്കറിയാം. അവിടെ മത്സരം നടക്കുന്നത് കോൺഗ്രസും UDFും LDFും മറ്റേ BJPയും തമ്മിലാണ്. 2-ാം സ്ഥാനത്ത് BJP ആണ്. അതിൽ നിന്നും 3-ാമത്തെ വ്യത്യാസം വലിയ വ്യത്യാസമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഏതായാലും ജയിക്കില്ല, എന്നാൽ കോൺഗ്രസും ജയിക്കേണ്ട UDFും ജയിക്കേണ്ട എന്നുള്ള ധാരണ പാലക്കാട് അവർക്കുണ്ട്. ഒരുപാട് സ്ഥലത്ത് അവരുമായിട്ട് ഡീലുണ്ട്. നിങ്ങൾ BJP നിർത്തിയേക്കുന്ന സ്ഥാനാർത്ഥിയെ നോക്കിയാൽ പലയിടത്തും 2020 എവിടെയുള്ളത്? കേരളത്തിൽ 2020 ഇല്ലാത്ത സ്ഥലത്ത് പോലും 2020 കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. BJP നിർത്തിയിരിക്കുന്നത് അത് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞങ്ങൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഉജ്ജ്വലമായ വിജയം ഞങ്ങൾക്ക് നേടും. കേരളത്തിലെ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. മുഖ്യമന്ത്രി എത്ര മോശമായ ഭാഷയാണെന്ന് ഉപയോഗിച്ചത്. മുഖ്യമന്ത്രി ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ G സുധാകരനെതിരായിട്ട് പണ്ട് NK പ്രേമചന്ദ്രനെതിരായി ഉപയോഗിച്ച പരനാറി പ്രയോഗത്തിന് സമാനമായൊരു പ്രയോഗം അദ്ദേഹം വീണ്ടും നടത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇത്രമാത്രം തരം താഴരുത് എന്നാണ് അദ്ദേഹത്തോടുള്ള എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 4 സ്ഥലത്ത് CPM വിട്ടുവന്നവർ UDF പിന്തുണയ്ക്കുകയാണ്. G സുധാകരൻ പറയുന്നത് താൻ ജനകീയ സ്വതന്ത്രനാണെന്നാണ്. അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയാൽ അതൊരു UDFന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. അദ്ദേഹം പറഞ്ഞാൽ ഞാനൊരു പൊതുവായ നിലപാടുകളൊക്കെ ആയിരിക്കും നിയമസഭയിൽ എടുക്കുക എന്ന്. അല്ല, അദ്ദേഹം എടുത്തോട്ടെ, അദ്ദേഹത്തിന് ആ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞങ്ങൾ UDF അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അദ്ദേഹം UDFനെ നിയമസഭയിലും പിന്തുണയ്ക്കുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. മറ്റൊന്ന്, ഈ ഒറ്റപ്പാലത്തേക്ക് വന്നാൽ PK ശശിയെ പിന്തുണയ്ക്കുകയാണ്. PK ശശിക്കെതിരെ വലിയ ആരോപണങ്ങളാണ് UDF മുൻകാലങ്ങളിലൊക്കെ ഉയർത്തി. ആ ആരോപണങ്ങൾ തെറ്റാണെന്നാണ് CPM പറഞ്ഞത്. അദ്ദേഹം രാജിവെക്കുന്നത് വരെ KTDC ചെയർമാനായിരുന്നു. അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം നിരപരാധിയാണ് എന്നുള്ള നിലപാടാണ് CPMും ഗവൺമെൻറ്റും സ്വീകരിച്ചത്. പാർട്ടിക്കകത്തുണ്ടായ വിവാദങ്ങളെ തുടർന്ന് പാർട്ടിയിലെ 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു അവിടെ. അതിൽ എതിർ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഒരു കെട്ടിച്ചമച്ച കഥയാണിതെന്നാണ് PK ശശി ഞങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ അത് ഗവൺമെൻറ് അതുകൊണ്ടാണ് ഒരു കേസെടുക്കാതെ പോയത്. അതുകൊണ്ടാണ് അദ്ദേഹം KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിനെ പിന്തുണച്ചത്. PK ശശി പറഞ്ഞ വാദം UDF വിശ്വസിച്ചു. ഞങ്ങൾ തീർച്ചയായിട്ടും അത് വിശ്വസിച്ചു. കാരണം CPM വിശ്വസിച്ചല്ലോ. CPM എന്തുകൊണ്ടാണ് അത് നിലപാടെടുക്കാറുള്ളത്? അദ്ദേഹം KTDC ചെയർമാൻ അല്ലായിരുന്നോ?
അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കേസിൽ പ്രതിയായ ഒരാളെ KTDC ചെയർമാനായിട്ട് CPM വയ്ക്കുമോ? CPM അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇനിയില്ല. പാർട്ടി കോടതിയൊക്കെ പറഞ്ഞ് CPM വിമർശിച്ച സമയത്ത് അപ്പോൾ അത് ആലോചിച്ചു അല്ലെന്നാണല്ലോ പറഞ്ഞത്. അവരല്ലെന്നാണല്ലോ പറഞ്ഞത്. അദ്ദേഹം വിട്ടുപോയി കഴിഞ്ഞിട്ടും ആണല്ലോ അവർ പറയുന്നത്. വിട്ടുപോയി കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അതാ പാലക്കാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഇനി ശശിയുടെ തീവ്രത അളക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണെന്നാണ്. പക്ഷേ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് കള്ളിലെ സ്പിരിറ്റിൻ്റെ തീവ്രത അദ്ദേഹം അളന്നാൽ മതി. അതിൽ എക്സ്പെർട്ടാണെന്നാണ് ശശി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. എന്തായാലും ഡീൽ ആരോപണം പൂർണ്ണമായും തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് കൃത്യമായ രാഷ്ട്രീയ മറുപടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കടക്കം നൽകിയിരിക്കുന്നത്. മനോജ് മാടശ്ശേരിക്കൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.